ഇന്ത്യയിൽ പ്രധാനമായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 3 തരത്തിലാണ്. ആണവ വൈദ്യുത നിലയങ്ങളിലൂടെ, താപവൈദ്യുത നിലയങ്ങളിലൂടെ, ജലവൈദ്യുത നിലയങ്ങളിലൂടെ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത്ബട്ട് രാജസ്ഥാൻ, കൽപ്പാക്കം തമിഴ്നാട്, നറോറ ഉത്തർപ്രദേശ്, കക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടക, കൂടംകുളം തമിഴ്നാട്. പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും: വിന്ധ്യാചൽ മധ്യപ്രദേശ്, മുന്ദ്ര ഗുജറാത്ത്, താൽച്ചർ ഒഡീഷ, സീപാറ്റ് ഛത്തീസ്ഗഡ്, ദാദ്രി ഉത്തർപ്രദേശ്, രാമഗുണ്ടം തെലങ്കാന, കോർബ ഛത്തീസ്ഗഡ്, റിഹാന്ദ് ഉത്തർപ്രദേശ്, ജാർസുഗുഡ ഒഡീഷ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന നദിയും സംസ്ഥാനവും: തെഹ്രി ഭഗീരഥി നദിയിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത്, കൊയ്ന നദിയിൽ മഹാരാഷ്ട്ര, ശ്രീശൈലം കൃഷ്ണ നദിയിൽ 2 സംസ്ഥാനങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, ആന്ധ്രാപ്രദേശ് തെലങ്കാന, നാത്പ ജാക്രി സത്ലജ് നദിയിൽ ഹിമാചൽ പ്രദേശിൽ, പോങ് ബിയാസ് നദിയിൽ ഹിമാചൽ പ്രദേശ്, സർദാർ സരോവർ നർമ്മദ നദിയിൽ ഗുജറാത്തിൽ, ബക്രാനങ്കൽ സത്ലജ് നദിയിൽ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ 2 സംസ്ഥാനങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. ബെൻസാഗർ സോൺ നദിയിൽ മധ്യപ്രദേശ്, ഇന്ദിരാസാഗർ നർമ്മദ നദിയിൽ മധ്യപ്രദേശ്, നാഗാർജുന സാഗർ കൃഷ്ണ നദിയിൽ തെലങ്കാന, ഹിരാക്കുഡ് മഹാനദിയിൽ ഒഡീഷ, ഓംകാരേശ്വർ നർമ്മദ നദിയിൽ മധ്യപ്രദേശിൽ, ഇടുക്കി പെരിയാർ നദിയിൽ കേരളത്തിൽ, സലാൽ ചിനാബ് നദിയിൽ ജമ്മു കാശ്മീർ, ഉറി ജലം നദിയിൽ ജമ്മു കാശ്മീരിൽ, ദുൽഹസ്തി ചിനാബ് നദിയിൽ ജമ്മു കാശ്മീരിൽ, സുവർണരേഖ നദിയിൽ ജാർഖണ്ഡ്, ശിവസമുദ്രം കാവേരി നദിയിൽ കർണാടക.